530 കിലോമീറ്റർ റിയൽ വേൾഡ് റേഞ്ചുമായിട്ടാണ് ടാറ്റ അവരുടെ ഏറ്റവും പുതിയ സിയറ.EVനെ വാഹന വിപണിയിലേക്ക് പുറത്തിറക്കിയിട്ടുള്ളത്. ഇത്തവണ ഇതിൻ്റെ ഒരു ക്രാഷ് ടെസ്റ്റ് വീഡിയോ കാണിച്ചായിരുന്നു. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഒരു വണ്ടി വേറൊരു ലോറിനെ ഇടിക്കാൻ പോവുകയാണ് സിയറ. അങ്ങനെ പോകുന്ന സമയത്ത് അഡാസ് അത് സ്റ്റോപ്പ് ചെയ്യും 1.2 മീറ്ററിൽ. പിന്നെ ബാക്കിലൊരു ലോറി വന്ന് ഇടിക്കും. അപ്പോൾ എല്ലാം കൂടി പോയി ഇടിച്ച് അങ്ങനെ ഒരു ടെസ്റ്റിംഗ് കാണിച്ചായിരുന്നു. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സിയറ എന്ന് പറയുന്ന മോഡൽ സിയറ.EV ആയ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ മാറ്റങ്ങളെ കുറിച്ച് പറയാം. വിശദമായിട്ടുള്ളൊരു സംസാരം നമുക്ക് ഡ്രൈവിൻ്റെ സമയത്ത് ചെയ്യാമെന്ന് വിചാരിക്കണം. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രിൽ പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഫുള്ളി ഒരു ബ്ലാക്ക് എലമെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു എലമെൻറ്റ് ബോഡി കളേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി, ആ ഒരു ക്ലോസർ മെറ്റീരിയൽ. പിന്നെ ഇവിടെ നമുക്കൊരു കണക്റ്റിംഗ് DRL യൂണിറ്റ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ട് മൊത്തം കവർ ചെയ്ത് നിൽക്കുന്ന തരത്തിലാണ്. ബമ്പറിൻ്റെ ഭാഗം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പാറ്റേൺ എൻറ്റയർലി ചേഞ്ച് ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ ഒരു എക്സ് ഷേപ്പ്ഡ് എന്ന് പറയാം. ഈ ബ്ലാക്ക് എലമെൻ്റ് അതിനകത്ത് ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ്, പാർക്കിംഗ് സെൻസേഴ്സ്, അതുപോലെ നമുക്ക് ക്യാമറ യൂണിറ്റ് 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു യൂണിറ്റും പുതിയതാണ് എന്ന് പറയാം. സോ മൊത്തത്തിൽ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് മൊത്തം ചേഞ്ച് ചെയ്ത പോലെയാണ് വന്നേക്കുന്നത്. കാരണം ഇവിടെ ബോഡി കളേർഡ് ആയിട്ടുള്ളൊരു എലമെൻറ്റ്, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു എക്സ് ഷേപ്പ്ഡ് പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്, താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രിൽ പാറ്റേൺ ഒക്കെ കൂടി ആകുമ്പോൾ ഒരു പുതിയ ഫ്രണ്ട് ഭാഗം ശരിക്കും സിയറ.EVക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഫ്രണ്ട് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചേഞ്ചസ് ഈ കാണുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുക. ഇനി സൈഡിലേക്ക് വരുന്ന സമയത്ത് 19 ഇഞ്ച് വീലുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അലോയ് പാറ്റേൺ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന സെയിം തന്നെ കേട്ടോ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ടാറ്റ.EV എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. .EV ഓക്കെ. സൈഡ് വ്യൂ മിറർ, അതിനകത്ത് ഇൻഡിക്കേറ്റർ, 360 ഡിഗ്രി ക്യാമറ യൂണിറ്റിൻ്റെ ഭാഗം, ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ഒക്കെ തന്നെയും സെയിം ആണ്. അതുപോലെ ഈ ഒരു വലിയ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഏരിയ അതിങ്ങനെ ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തേക്കുന്നു. ആ ഒരു സിയറ എലമെൻ്റ് എന്ന് നമ്മൾ നേരത്തെ വിശേഷിപ്പിച്ച സാധനം അതൊക്കെ ആക്ച്വലി അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള മാറ്റമില്ല. ഇതിവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. യെസ്, ഇത് ഇല്ലുമിനേറ്റിംഗ് ആണ് കേട്ടോ. അതായത് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ റെഡ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ചാർജിങ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ചാർജ് ചെയ്യുമ്പോൾ ഗ്രീൻ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഗ്രീൻ ബ്ലിങ്ക് ചെയ്യില്ല, കത്തിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയാണ് കൊടുത്തേക്കുന്നത്. ശരിക്കും 15 മിനിറ്റ് കൊണ്ട് 260 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിൽ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ഈ വണ്ടിയിൽ നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ വെഹിക്കിൾ ടു ലോഡ് പ്രൊജക്ടർ, അതുപോലെ തന്നെ ചെറിയ റെഫ്രിജറേറ്ററുകൾ ഒക്കെ പ്രദർശിപ്പിക്കാനും മറ്റു ഫെസിലിറ്റിക്കുള്ളൊരു ഫെസിലിറ്റി കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൂടെ നമുക്ക് പറയാം. പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ടോ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് QWD എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഇത് ആക്ച്വലി ഇവരുടെ കോഡ് വീൽ ഡ്രൈവ് സിസ്റ്റത്തെ, അതായത് നമ്മൾ ഫോർമാറ്റിക് 4 വീൽ ഡ്രൈവ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ 4 വീൽ ഡ്രൈവ് സിസ്റ്റത്തിന് ഹൈലൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡ്യുവൽ മോട്ടോഴ്സിനും കൂടി കൊടുത്തിട്ടുണ്ട്. 2 മോട്ടറുകളാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. 2 മോട്ടർ കൂടി കമ്പൈൻ ചെയ്തിട്ട് ഏറെക്കുറെ 315 PS പവർ ഇത് ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. ഇനി മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു പാനറമിക് സൺറൂഫ് കാണാം. അത് ആക്ച്വലി ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് അകത്തുനിന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഷാർക്ക് ഫിൻ ആൻറ്റിനയും കാണാം. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ വൈപ്പേഴ്സിനെ ടക്ക് ഇൻ ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കണക്റ്റിംഗ് സ്റ്റോപ്പ് ലാമ്പ് യൂണിറ്റ് കാണാം. ഇതൊക്കെ ആക്ച്വലി നേരത്തെ സിയറയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇവിടേക്ക് വരുന്ന സമയത്ത് സിയറ.EV എന്ന് പറയുന്ന ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റർ കൺട്രോൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ ടെയിൽ ഗേറ്റ് കൊടുത്തേക്കുന്നത്. ക്ലിക്ക് ചെയ്താൽ വരേണ്ടിയാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഏറെക്കുറെ 622 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. ഇലക്ട്രോണിക് ഓപ്പറേറ്റിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, നോക്കിയാ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിനകത്തുള്ളത് എന്ന് പറയാം. വെരി നൈസ്, നല്ല സ്ഥലമുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ ഒരു 10 ബാഗോളം വേണമെങ്കിൽ കൊള്ളാം. ഇവരെ ഇതിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് ഒരു വീഡിയോ കാണിച്ചായിരുന്നു. ഈ വണ്ടിക്ക് അകത്ത് മൊത്തം 25 മീഡിയം സൈസ് ട്രോളി ബാഗ്സ് കൊള്ളുന്ന രൂപത്തിൽ ആ ഒരു സാധനം ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ക്ലോസ് ചെയ്യാം. ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് വേറെയും കിട്ടും. സെക്കൻഡ് റോ അത് ഫോൾഡ് ചെയ്യാതെ തന്നെ ഇതിനകത്ത് ധാരാളം സ്പേസ് ഉണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഇൻവോൾവ് കൊണ്ട് വാങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അവരുടെ ഇൻസിഗ്നിയ എന്ന് പറയുന്ന ഒരു കാർ ഫ്രാഗ്രൻ്റ് ആണ്. ഇത് നല്ല രസമുള്ളൊരു സ്മെല്ലാട്ടോ, ഒരു വെറൈറ്റി സ്മെല്ല്. സോ വ്യത്യസ്തമായിട്ടുള്ള ഫ്രാഗ്രൻറ്റുകൾ നമ്മളെ കാറിനകത്ത് അതൊരു പ്രീമിയം സ്റ്റൈലിൽ വളരെ മൈൽഡായിട്ട് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ട്രൈ ചെയ്യാവുന്നൊരു പ്രൊഡക്റ്റാണ് ഇൻവോൾവ് 1. അവരുടെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ആമസോണിലും ബ്ലിങ്കിറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. ഒരു വെബ്സൈറ്റ് വഴി ഡയറക്റ്റ് വാങ്ങുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടും. അതിനൊരു കൂപ്പൺ കൂടി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഗെയിം കളിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടല്ല, അത് പാസഞ്ചറുടെ സൈറ്റിലാണ് എന്നുള്ളത്. അതായത് ഇവിടെ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് സീറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെന്റിലേറ്റഡ് ആണ്, അതിൻ്റെ ബട്ടൺ കാണാം. ഫ്രണ്ടിലത്തെ 2 സീറ്റും വെന്റിലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഒരു കാര്യം കൂടി കാണിക്കാം. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ.
യെസ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഈ സ്ക്രീനിനകത്ത് ധാരാളം ഗെയിമൊക്കെ കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഉപയോഗിച്ച് ഗെയിം കളിക്കാം. Arcade.tv എന്ന് പറയുന്ന ടാറ്റയുടെ ആ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ലോഡാവാൻ വരെ സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് ഗെയിം കളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതിൻ്റെയാണ് ഇതൊക്കെ, ഞാൻ വെറുതെ വെച്ചു എന്ന് മാത്രം. ഈ വാഹനത്തിനകത്ത് 32 ഇഞ്ച് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ടച്ച് സ്ക്രീൻ യൂണിറ്റ് ഇതിനകത്ത് നമുക്ക് കാണാം. ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ കാർപ്ലേൻ്റെ അകത്തും ആൻഡ്രോയിഡ് ഓട്ടോൻ്റെ അടുത്തും ഒക്കെ നമുക്കൊരു ഡോൾബി സറൗണ്ട് സിസ്റ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വെരി നൈസ്. അത് ആക്ച്വലി ഇവർ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ JBL ബ്ലാക്ക് സിസ്റ്റമാണ് കൊടുത്തേക്കണം എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് സ്പീക്കറൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് അത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ബാക്കി എല്ലാ എലമെൻറ്റുകളും ഞാൻ പറയാം. ഈ ടച്ച് സ്ക്രീനെ കുറിച്ച് പറയാം, ഇല്ലുമിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയാം. ഞാൻ ഈ സ്റ്റിയറിംഗ് വീലിൽ അല്ല പ്രതീക്ഷിച്ചത്. ഇതിനു മുമ്പ് ടാറ്റ ടിയാഗോയിൽ കണ്ട സ്റ്റിയറിംഗ് വീലിനെയാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെ ഇല്ലുമിനേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു യൂണിറ്റ് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോളിൻ്റെ, ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. ടാറ്റൻ്റെ പ്ലാന്റിൻ്റെ ആ ഒരു മുദ്രകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 65 വോൾട്ടിൻ്റെ ചാർജിങ് പോയിന്റ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സിംഗിൾ സ്പീഡ് ട്രാൻസ്മിഷൻ. അത് ആക്ച്വലി വെരി നൈസ്. റൊട്ടേറ്ററി സ്വിച്ച് കൊടുക്കാത്തതിൽ താങ്ക്സ് ടു ടാറ്റ. അതൊരു പിയാനോ ബ്ലാക്കിൻ്റെ അകത്ത് ഇങ്ങനെ സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിലനിൽക്കുന്ന തരത്തിലാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കാണാം. വെരി നൈസ്. അങ്ങനത്തെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ആംബ്രസ്റ്റ് ആണ്. അതൊക്കെ നേരത്തെ ഉള്ളതിനാണ്. ഓട്ടോമാറ്റിക് ഡയനറ്റ് അഡ്ജസ്റ്റ് റിയർ വ്യൂ മിറർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് പാനറമിക് സൺറൂഫ് കാണാം. അതൊക്കെയും നേരത്തെ ഉള്ളതാണ്. ഹെഡ് അപ്പ് ഡിസ്പ്ലേയും നേരത്തെ ഉള്ളത് തന്നെയാണ്. അതിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല. അതായത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, എന്നാൽ നമുക്ക് ഏകദേശം 665 കിലോമീറ്റർ ദൂരം കമ്പനി സർട്ടിഫൈഡ് ആയിട്ടുള്ള 540 കിലോമീറ്റർ എന്തായാലും സഞ്ചരിക്കാൻ പറ്റും. അതായത് റിയൽ വേൾഡ് റേഞ്ച് അതാണ് കമ്പനി പറയുന്നത്. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ദീർഘദൂരം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ട് നമുക്ക് Sierra.ev കാണാം. ഇനി ഞാനിതിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിലുകളെ കുറിച്ച് സംസാരിക്കാം. 2 ബാറ്ററി പാക്കാണ് ടാറ്റ Sierra.ev ഒന്ന് 63 kWh ബാറ്ററി പാക്ക്. ഇത് വെച്ച് നമുക്ക് ഏകദേശം 560 കിലോമീറ്റർ ദൂരം സർട്ടിഫൈഡ് ആയിട്ട് സഞ്ചരിക്കാം. റിയൽ വേൾഡിലേക്ക് വരുന്ന സമയത്ത് 440 കിലോമീറ്റർ പെർ ചാർജ് നമുക്ക് റേഞ്ച് കിട്ടുന്നതാണ്. രണ്ടാമത്തെ ബാറ്ററി 75 kW വരുന്ന ബാറ്ററി പാക്ക്. ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കമ്പനി വരുന്ന 665 നമുക്കൊരു 560 കിലോമീറ്റർ, 530 to 550 എന്നുള്ള റേഞ്ചിൽ എന്തായാലും സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ റിയൽ വേൾഡ് റേഞ്ചിനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. 2 ബാറ്ററി പാക്ക് ഉണ്ട്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് 315 ഹോഴ്സ് പവറും 500 Nm ടോർക്കും ഏറെക്കുറെ ഉൽപ്പാദിപ്പിക്കും എന്നതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഹാരിയറിനകത്ത് ഏറെക്കുറെ സെയിം ബാറ്ററി പാക്കാണ്. പക്ഷേ അത് 0 to 100 6.7 സെക്കൻഡ് കൊണ്ട്, ഒരു കോമ്പറ്റേറ്ററും 6.7 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഈ വണ്ടി 5.8 സെക്കൻഡ് കൊണ്ട് 0 to 100 അച്ചീവ് ചെയ്യും എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമായി. പിന്നെ ബാക്കിലത്തെ സസ്പെൻഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. പിന്നെ ബാക്ക് സീറ്റിൻ്റെ കംഫർട്ട് അത് നേരത്തെ ഉണ്ടായിരുന്ന സിയറ പോലെ തന്നെയാണ്. കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. ഇനി ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. ഈ കീ കണ്ട സമയത്ത് നിങ്ങൾക്ക് ചില ഫീച്ചേഴ്സ് പെട്ടെന്ന് ഓർമ്മ വന്നിരിക്കാം. അതായത് ഓട്ടോ പാർക്കിംഗ്. കീ നെക്കി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പാർക്ക് ചെയ്യുന്ന പരിപാടി ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. സോ അത് ആവശ്യമുള്ള ആളുകൾക്ക് ടൈറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സ്ലോട്ടുകളിലൊക്കെ അത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. വേറൊരു കാര്യം, ഈ വാഹനത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ലൈഫ് ടൈം വാറണ്ടിയാണ് ടാറ്റ ഈ വാഹനത്തിനകത്ത് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഞാനിതിൻ്റെ ഫ്രണ്ട് സ്പേസ് കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പല കോമ്പറ്റേറ്റേഴ്സും കിലോമീറ്റർ വൈസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും ഏറെക്കുറെ ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുന്ന പാറ്റേണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നുകൂടി പൊക്കണം, 2 പ്രാവശ്യം ആക്കിയാലേ വരുള്ളൂ. ഇനി പ്രൈസിനെ കുറിച്ച് പറയുന്ന സമയത്തെ ടാറ്റ ഈ വാഹനത്തിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ് പറഞ്ഞേക്കുന്നത് 18.9 ലക്ഷം രൂപയാണ്. ഏറ്റവും ടോപ്പ് എൻഡിന് നമുക്ക് 24.9 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി പറയാം, ഈ 24.9 എന്ന് പറയുന്നത് ആക്ച്വലി റിയർ വീൽ ഡ്രൈവിൻ്റെയാണ്. അത് ഓൾ വീൽ ഡ്രൈവിലേക്ക് വരുന്ന സമയത്ത് ഒരു 1.5 lakh കൂടി അഡീഷണൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനി ഇവിടെ ഒരു ഫ്രണ്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 55 ലിറ്ററാണ് ഈ സ്പേസ് വരുന്നത്. നമുക്ക് ചാർജിങ് കേബിളോ അല്ല സാധനങ്ങളൊക്കെ വെക്കാം. ചാർജിങ് ബാക്കിലല്ലേ. അപ്പം പ്രൈസിനെ കുറിച്ച് പറഞ്ഞു, റേഞ്ചിനെ കുറിച്ച് പറഞ്ഞു, വന്ന ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, ലൈഫ് ടൈം വാറണ്ടി ഉണ്ട്. പിന്നെ ടാറ്റയുടെ ബാറ്ററി അത്യാവശ്യം പ്രൂവൺ ആണല്ലോ അല്ലേ. യെസ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു നല്ല വണ്ടിയായിട്ടും, അതുപോലെ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 25 lakhസിലൊക്കെ ഒരു EV നോക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി വലിയ ബൾക്കി ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പുതിയ സസ്പെൻഷനൊക്കെ വന്നേക്കുന്ന ഒരു കിടിലൻ വാഹനമായിട്ടും നമുക്ക് ഏറ്റവും പുതിയ Sierra.ev വിശേഷിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.